ഹലോ ഗൈസ്, വണ്ടിഭ്രാന്ത് കുറച്ച് കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു വണ്ടിഭ്രാന്ത് ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു പക്ഷേ ഈ വീഡിയോ ഭയങ്കരമായിട്ട് ബോറിംഗ് ആയി തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെ നല്ല കട്ടഭ്രാന്തുള്ള ആൾക്കാർ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. സോ അധികം ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല, എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. സോ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ടോയ് കാറുകളാണ്. ടോയ് കാർസ് എന്ന് പറയുമ്പം പക്ക മിനിയേച്ചർ കാറുകളാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടിയുടെ ഒറിജിനൽ ഒരു മിനിയേച്ചർ, ഈ മിനിയേച്ചർ കളക്ഷൻ ഒരുപാട് പേർക്കുണ്ടാവും. വണ്ടിഭ്രാന്തന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർക്കുള്ളൊരു ഹോബിയാണ് ഈ മിനിയേച്ചർ കളക്ഷൻ എന്ന് പറയുന്നത്. എനിക്കും ഇത്തരത്തിലുള്ളൊരു ഭ്രാന്തുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പല സമയങ്ങളിലായിട്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വണ്ടികളാണ് ഇവ ഓരോന്നും. സോ ഇതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇത് ഓരോന്നും ഇവിടെ നിന്നാണ് വാങ്ങിയത്, എന്തൊക്കെയാണ് ഇതെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പിന്നെ കൂട്ടത്തിൽ ഈ കാണുന്ന ഈ ഒരു വണ്ടികളിൽ ഒറ്റൊന്നിന് കളറൊന്ന് മാറ്റണം. അപ്പോൾ ആ കളർ മാറ്റുന്നൊരു വീഡിയോ കൂടിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഓരോന്നെടുത്ത് നോക്കാം. ആദ്യം തന്നെ ഇവനെ കൊണ്ട് കിട്ടാം, സുമോ. ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ തമിഴ് പടത്തിലൊക്കെ ട്രെയിൻ ഇടിച്ച് പൊളിക്കുന്നൊരു വണ്ടിയായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പലതരത്തിൽ ട്രെയിനൊന്ന് ഇടിച്ച് പൊളിക്കുക, വണ്ടി എയറിൽ പറക്കുക, അങ്ങനെ പലതരത്തിലുള്ള സാഹസിക പ്രവർത്തികൾ ചെയ്തൊരു വണ്ടിയാണ് ഇത്. ഞാൻ പറഞ്ഞ് പറന്നു പോകുന്നത് കാണാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് OLX ആണ്. അതായത് ഓരോട് സെക്കൻഡ് സാധനം അയാൾ വിൽക്കാൻ വെച്ചാൽ വാങ്ങിയതേ ഉള്ളൂ. പിന്നെ ബാക്ക് സൈഡിലൊരു പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു, ഉണ്ടല്ലേ, ഒരു ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പൊട്ടൽ ഞാൻ എന്ത് ചെയ്ത് ഫ്ലെക്സ് ക്യൂക്ക് ഇട്ട് ഒട്ടിച്ചിട്ടൊക്കെ റെഡിയാക്കിയതാണ്. വലിയ പൈസ ഒന്നും ആയില്ല, ആകെ ഒരു 100 രൂപയെ കൊടുത്തിട്ടുള്ളൂ. പൊട്ടിയതിനെ കൊണ്ട് ക്രാക്കുള്ള സാധനം കൊണ്ട് 100 രൂപ കിട്ടി. ഒരു കിറുക്കിൻ്റെ പുറത്ത് വാങ്ങിയതാണ്. പിന്നെ ഞാൻ ഇതിന് കുറച്ച് പെയിൻറ്റൊക്കെ ഞാൻ തന്നെ അങ്ങോട്ട് അടിച്ച്, ബ്ലാക്ക് മെയിൻ മുളടിച്ച്, യെല്ലോ വട്ടി അടിച്ച്, അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്ന ലുക്കാക്കി എടുത്ത്, പിന്നെ ഒരു ചെറിയ സ്റ്റിക്കർ അടിച്ച് സംഭവം നൈസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ആൾ ഇത്, അതായത് അമേരിക്കൻ പോലീസിൻ്റെ ഒരു ഇൻ്റർസെപ്റ്റർ മോഡൽ വെഹിക്കിളാണ്. ഇത് ആക്ച്വലി ഫോർച്യൂണറിൻ്റെ ഒരു മിനിയേച്ചറാണ്. ബാക്കിൽ 4WD 4 വീൽ ഡ്രൈവ് എന്നും ടർബോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ അതേമാതിരി അവർക്ക് പോലീസ് ലോഗോയും മറ്റുമൊക്കെയാണുള്ളത്. ബ്ലാക്കിലൊരു കിഡ് സാധനമാണ്. പിന്നെ ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വണ്ടി എല്ലാവർക്കും അറിയാം, നമ്മുടെ കൊമ്പൻ്റെ ദാവൂദ് ബ്ലാക്ക് എഡിഷൻ. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് വാങ്ങിയതൊന്നുമല്ല. ഞാനൊരു പഴയ ഒരു ടോയ് ബസ് വാങ്ങി അതിൻ്റെ മുകളിൽ സ്റ്റിക്കർ വർക്ക് എടുത്താണ്. അപ്പോൾ എനിക്ക് ഒരു സ്റ്റിക്കർ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്റ്റിക്കറിൻ്റെ മുകളിലുള്ള കലാവിരുതുകൾ ഇതിൻ്റെ മുകളിൽ കാണിച്ച് വെച്ചിട്ടുണ്ട്. ബോംബെ എന്നൊക്കെ ഞാൻ തന്നെ സംഭവം ടൈപ്പ് ചെയ്തിട്ടൊക്കെ വെച്ചതാണ്. ഇതിന് നമ്മളെ സഹായിച്ച് കുറേ പയ്യന്മാരൊക്കെ ഉണ്ട്, എൻ്റെ സ്റ്റാഫുകളൊക്കെ ഇതിന് വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറേ വർക്ക് എടുത്തത് അവർ തന്നെയാണ്. അവരുടെ നിന്ന് ഞാൻ പിന്നെ എടുത്തുകൊണ്ട് കൊണ്ടുവന്നാണ്. ഷോപ്പിൽ വെക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ എൻ്റെ കളക്ഷനിൽ കൊണ്ടുവച്ചോളാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് എടുത്താണ്. ഓക്കെ, കൊമ്പൻ, ബോംബെ, ദാവൂദ്, ധാരാവി ഇതൊക്കെ ഓരോരോ കിറുക്കുകളാണ്. പക്ഷേ ഈ കിറുക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. പിന്നെ അടുത്തത് ഈ വണ്ടി, ഇത് ഫോക്സ് വാഗൻ്റെ മിനി വാൻ ടൈപ്പ് മോഡലാണ്. പണ്ടത്തെ കാലത്തൊക്കെ ഒരുപാട് സിനിമകളിലുമൊക്കെ വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നസ്രിയും അതേപോലെ തന്നെ പൃഥ്വിരാജും ഒന്നിച്ച് അഭിനയിച്ച കൂടെ എന്ന പടത്തിലെ മെയിൻ ക്യാരക്ടറായിരുന്നു ഈ ഒരു വണ്ടി. അതിൽ ഒരു ബ്ലൂ കളർ വണ്ടിയായിരുന്നു, അതൊരു സ്കൈ ബ്ലൂ കളർ വണ്ടിയായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇതൊരു ബ്ലാക്ക്, എനിക്ക് പണ്ട് ബ്ലാക്ക് ഇഷ്ടമാണ്, യെല്ലോ ഇഷ്ടമാണ്, പിന്നെ തന്നെ ബ്ലാക്ക് റെഡും ഇഷ്ടമാണ്. ഓക്കെ, ഇതിൻ്റെ ഈ ഡോറൊക്കെ തുറക്കാൻ പറ്റും കേട്ടോ. ഈ ഡോറല്ല, ഈ 2 ഡോറൊക്കെ തുറക്കാൻ പറ്റില്ലതാ. ഈ ഡോറൊക്കെ നമുക്ക് തുറക്കാം. അതേമാതിരി ബാക്കിലൊക്കെ തുറക്കാൻ പറ്റുമായിരുന്നു. ബാക്കൊക്കെ തുറക്കാനൊക്കെ പറ്റും. സീറ്റൊക്കെ നമുക്ക് കറക്റ്റാണ്. സീറ്റൊക്കെ ഒറിജിനൽ സീറ്റിംഗ് ആണ്. തന്നെ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ടല്ലേ അവിടെ. പിന്നെ അടുത്തത് ബ്രസ്സ, മാരുതിയുടെ ഗ്ലാമർ വണ്ടിയാണിത്, ബ്രസ്സ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രസ്സി ഞാൻ ആമസോണിൽ വാങ്ങിയത്, അതായത് നേരത്തെ പറയാൻ പറ്റുമോ, അതായത് ഇൻ്റർസെപ്റ്ററും ബ്രസ്സിയും കൂടെ ഒരുമിച്ച് വാങ്ങിയതാണ് കേട്ടോ. ഇത് ആമസോണിൽ വാങ്ങിയതാണ്. ഒരു പീസിന് 350 മറ്റാണ് വില. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഇത് കാരണം ഒരു ടോയ് ബസ് വാങ്ങിയിട്ട് അതിനെ ഓൾട്രേഷൻ ചെയ്താണ്. ഇത് ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിയാണ്, ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയാണ്. ഇതിന് നല്ല ഒരു അത്യാവശ്യം പൈസ ആയത് ഇതിന് മാത്രമാണ്. ഇതിന് ഒരു 550 രൂപയോളം ഇതിന് കൊടുത്തിട്ടുണ്ട്. ഈ പൈസേൻ്റെ ഒക്കെ കാര്യങ്ങൾ പറയുമ്പം ചില ആളുകൾ വിചാരിക്കും നമുക്കെന്താണ് ഇത്രയൊക്കെ പൈസ കൊടുത്ത് ഇങ്ങനെ വാങ്ങിക്കൊണ്ടൊക്കെയാണുള്ള കാര്യമുണ്ടെന്നുള്ളത്. ഒരു 50-നോ 60-നോ
കാറോ ചെറിയ കാറ് കുട്ടിക്കാറോ കിട്ടില്ല ഒക്കെ വാങ്ങി വെച്ചാൽ പറയാം. പക്ഷേ ഇതേ മോഡലിൽ മിനിയേച്ചർ കിട്ടില്ല. മിനിയേച്ചർ കിട്ടണമെങ്കിൽ 3000, 4000, 5000 വരെ വില മുടക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഓക്കെ, പിന്നെ അതാ വേറൊരാൾ അംബാസഡർ, അതായത് നമ്മുടെ അമ്പി. ഇത് ഒരു മന്ത്രിമാരൊക്കെ ഉപയോഗിക്കുന്ന മോഡൽ അമ്പിയുടെ ഒരു കറക്റ്റ് മിനിയേച്ചർ കണ്ടല്ലേ, വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് മോഡലാണ്. ഇവരെ ഉണ്ടാക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം, എത്ര പ്രിസൈസായിട്ട് അവരുണ്ടാക്കുന്ന ബമ്പർ, അതേപോലെ തന്നെ ഡോറൊക്കെ നമ്മുടെ സീറ്റിങ് നമുക്ക് കറക്റ്റ് പഴയൊരു സീറ്റിങ് കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ബമ്പർ, ഫ്രണ്ട് ഗ്രില്ല്, ലൈറ്റൊക്കെ നമുക്ക് മറ്റേ സൈറിന്. ഓക്കെ, അപ്പോൾ ഈ വണ്ടികൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് എൻ്റെ ഒരു പാഷൻ്റെ പുറത്താണ്. അപ്പോൾ പാഷൻ എന്ന് പറയുന്നത് പല ആളുകൾക്കും പലതരത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓരോ വണ്ടികളും വാങ്ങിയ സമയത്ത് വീട്ടിൽ നിന്ന് അമ്മയും അതേമാതിരി തന്നെ വീട്ടിലെ ആൾക്കാരെ വെച്ചിട്ടുണ്ട് എനിക്കെന്താ ഭ്രാന്ത് ഉണ്ടെന്നാണ്. ആക്ച്വലി വണ്ടികളെന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്ത് തന്നെയാണ് നമ്മളെപ്പോലുള്ള ആളുകൾക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള മിനിയേച്ചർ കളക്ഷൻ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അതേപോലെ തന്നെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ വണ്ടിയിൽ ഇതാ മിനി വാൻ. ഇത് കുറച്ചൊന്ന് കളറൊക്കെ ഫെയ്ഡായി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഫെയ്ഡായത് കൊണ്ട് ഇതിൻ്റെ മുകളിൽ ഈ ഒരു കളറൊന്ന് മാറ്റി റെഡാക്കിയാലോ എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ റെഡ് സ്റ്റിക്കർ അടിക്കുക, എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ മുകളിൽ വോക്സ്വാഗൻ്റെ എംബ്ലമൊക്കെ പോയല്ലോ കുറച്ചായി, ഒരുപാട് വർഷം നിലത്തൊക്കെ വീണ് പോയിട്ടുണ്ട്. ക്ലീൻ ആക്കുന്ന സമയത്തൊക്കെ എപ്പോഴൊക്കെ പോയതായിരിക്കും. സോ അങ്ങനെ ഞാൻ വണ്ടി റാപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചു. അതിന് വേണ്ടിയിട്ട് സ്റ്റിക്കറും അതേമാതിരി തന്നെ ബാക്കിയുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ എടുത്തുകൊണ്ട് നാട്ടം പടലം എടുത്ത് ചുറ്റാൻ തുടങ്ങി. ചുറ്റി അവസാനം ഇതിന് അത്ര ഫിനിഷിങ് പോരാൻ തോന്നിയപ്പോൾ വീണ്ടും കത്തിയെടുത്ത് കുറേ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് പിന്നെ പുതിയൊരു സ്റ്റിക്കർ എടുത്തിട്ട് വീണ്ടും ഒട്ടിച്ചു. പിന്നെ ഹീറ്റിംഗ് ഗൺ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് റാപ്പ് ചെയ്തെടുത്തു. അതിനുശേഷം സ്ക്യൂസറും കൂടി ഉപയോഗിച്ചിട്ട് എഡ്ജ് ഫിനിഷ് ചെയ്തു. അവസാനം എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി പിന്നെ ഞാൻ ശരിയാക്കി. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, മറന്നുപോലെ. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒരു ഫാൻറ്റസിക്ക് വേണ്ടി മാത്രം എടുത്തിട്ടുള്ളത്, അതായത് വണ്ടിപ്രാന്തമായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി അവർക്കൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോസും അതേമാതിരി എൻ്റെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു മിനിയേച്ചർ മോഡൽസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേമാതിരി തന്നെ വാങ്ങാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ആമസോണൊക്കെ ട്രൈ ചെയ്യാം. അതേമാതിരി എവിടെയെങ്കിലുമൊക്കെ വാങ്ങി കളക്ട് ചെയ്ത് വെക്കുക. ബിക്കോസ് ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് വണ്ടീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ.